അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ടൂർ ഓൺ ടയർ സംഘടിപ്പിച്ച ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ്. ഇന്നലെ യാത്രയായിരുന്നു. ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മുടെ സ്ഥലങ്ങൾ പോവാൻ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ വന്നത് നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലത്താണ്. ഒരു ഗോളമാണ്. ഗോളത്തിന്റെ ടോം മുഹമ്മദ് ആദിൽ ചക്രവർത്തി നിർമ്മിച്ച ഒരു മോണ്യുമെന്റ് ആണ്. അത് ശരിക്കും ഒരു നമ്മുടെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം അതിന്റെ ഉള്ളിൽ പോയാലേ നമുക്ക് വിവരിക്കാൻ പറ്റാത്തതിനും അതീതമാണ്. കാരണം അതില് ഉള്ള സൗണ്ട് എഫക്ട്സ് ആണ്. ഇത്രയും 16-27 അടിയിലാണ് ഇത് പണി കഴിപ്പിച്ച. അപ്പോഴേ ഉള്ള ഒരു ആർക്കിടെക്ചറൽ വ്യൂ എന്ന് പറയുന്നത് അത് ഹാൻഡ്സ് ഓഫ് ആണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയിലൊന്നും വിവരിക്കാൻ പറ്റാത്തതിലും അതീതമായിട്ടുള്ളത്. അവിടുത്തെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുമരുന്ന് നമ്മുടെ പാട്ടുപാട് എന്താ വെച്ച് പറയുന്നത് അപ്പുറത്തെ ഒരു വോളില് അതില് കേൾക്കുന്നുള്ളതാണ്. അപ്പം ശരിക്കും എല്ലാവരും ഇവിടെ വന്ന് ആസ്വദിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് ശരിക്കും യുനെസ്കോയിലൊക്കെ ഇടം പിടിക്കേണ്ട ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് യുനെസ്കോയിൽ വന്നില്ല എന്നുള്ളത് ഒരു അതിശയോക്തി തന്നെയാണ്. അതെ, അതായത് ബീജാപ്പൂർ, കർണാടകത്തിലെ ബീജാപ്പൂർ എന്ന് പറയുന്നത്, ഇവിടെ ഗോൾകുംബസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ശവകുടീരമാണിത്. ഇന്ത്യൻ, പേർഷ്യൻ, മുസ്ലിം മിശ്രിതമായിട്ടുള്ള ശവകുടീരമാണ്. ഇതിന് 51 മീറ്റർ ഉയരത്തിലുള്ള, അതുപോലെ തന്നെ 167 അടി ഉയരത്തിലുള്ള ഒരു താഴികക്കുടമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും ഒന്നാമത് എന്ന് പറയപ്പെടുന്ന ഒരു താഴികക്കുടമാണ്. അതങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉള്ള ഒരു ശവകുടീരമാണ് ഇന്ന് ഈ ഒരു ഗോൾകുംബസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ മറ്റുള്ള കാഴ്ചകളിലേക്ക് കടക്കാം. ഓക്കെ, കാഴ്ചകൾ ഒന്നുകൂടെ പറയാനുണ്ട്. മാത്രം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെൽഫി സ്റ്റിക്കോ അതുപോലെ തന്നെ മൈക്കും ഒന്നും, അതായത് നമ്മുടെ മൈക്ക് അതുപോലെ നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് ഒന്നും ഇതിന്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. എന്നിരുന്നാലും ഇവിടെയുള്ള മനോഹരമായ ഹൃദ്യമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. 1656 ആദിൽ ഷാഹി രാജവംശത്തിലെ 7ാമത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ആദിൽ ഷായാണ് ഗോൾകുംബസ് നിർമ്മിച്ചത്. ഭരണാധികാരിയുടെ ആദരസൂചകമായി നിർമ്മിച്ച ഈ ഒരു ശവകുടീരം മുഹമ്മദ് ആദിൽ ഷായുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെയും കുടുംബാംഗങ്ങളുടെയും അന്ത്യവിശ്രമ സ്ഥലമാണ്. കർണാടക സംസ്ഥാനത്തിലെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗോൾകുംബസ്. ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഈ ഒരു വിസ്മയ ഇടം പ്രദേശത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിനും വാസ്തുവിദ്യാ പൈതൃകത്തിനും സാക്ഷ്യം വഹിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഹലോ, കാഴ്ചകളൊക്കെ കണ്ടു താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഭിമാനം ഉണർത്തുന്ന രീതിയിലുള്ള നമ്മുടെ ഇന്ത്യൻ പതാകയുടെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ സുനിൽ കോട്ടയംപുറം എല്ലാ കാഴ്ചകളും ആസ്വദിച്ച ശേഷം അദ്ദേഹം താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ആ ഒരു എക്സിറ്റ് വേ മനസ്സിലാക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ നിധികൾ പര്യവേഷണം ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ഗോൾകുംബസ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. അതായത് ഗോൾകുംബസിലെ കാഴ്ചകൾ കണ്ടു, അതിനെപ്പറ്റിയുള്ള ഒരു വിവരണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് വിവരിക്കാനുണ്ടൊക്കെ, പക്ഷെ സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു ഓൾ.